എല്ലാ സാഹസിക യാത്രികർക്കും ഭക്തജനങ്ങൾക്കും എൻ്റെ വ്ളോഗിലേക്ക് സ്വാഗതം. ഈ യാത്രയിൽ നമ്മൾ ഭക്തിയും സാഹസികതയും ഒരുമിച്ച് ചേരുകയാണ്. ആദ്യം വിദ്യാദേവി വാഴുന്ന കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ ശാന്തമായി ദർശനം നടത്തുന്നു. തുടർന്ന് സഹ്യപർവ്വതത്തിന്റെ സൗന്ദര്യമായ കൊടജാദ്രി മലകളിലേക്ക് സാഹസികമായി ട്രെക്കിംഗ് നടത്തുന്നു. അപ്പോൾ ഒരുങ്ങിയിരിക്കുക, ഈ യാത്ര അതിമനോഹരമായിരിക്കും. നമുക്കാദ്യം ദേവിയെ കണ്ട് അനുഗ്രഹം വാങ്ങാം. പശ്ചിമഘട്ടത്തിന്റെ മടിത്തട്ടിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിന് ആയിരക്കണക്കിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. മൂകാസുരനെ ദേവി വധിച്ചതിനാലാണ് ഇവിടെ മൂകാംബിക എന്നറിയപ്പെടുന്നത്. ദേവി സ്വയംഭൂവായി കുടികൊള്ളുന്ന ഇവിടം ആദി ശങ്കരാചാര്യർക്ക് പ്രിയപ്പെട്ട ഒരിടമായിരുന്നു. ദേവിയുടെ പ്രതിഷ്ഠ ഇന്നത്തെ രൂപത്തിൽ പ്രതിഷ്ഠിച്ചത് അദ്ദേഹമാണെന്നാണ് വിശ്വാസം. മൂകാംബിക ദേവിയുടെ വിഗ്രഹത്തിൽ ലക്ഷ്മി, സരസ്വതി, ദുർഗ എന്നീ 3 ഭാവങ്ങൾ ഒത്തുചേരുന്നു. രാവിലെ 5 മണിക്ക് നട തുറന്നാൽ തുടങ്ങുന്ന ചടങ്ങുകൾ രാത്രി 9 മണിക്ക് നട അടയ്ക്കുന്നതുവരെ തുടരും. പ്രഭാത പൂജയും ഉച്ചപൂജയും സന്ധ്യാദീപാരാധനയുമാണ് പ്രധാന സമയങ്ങൾ. ഈ സമയങ്ങളിൽ ക്ഷേത്രത്തിൽ നല്ല തിരക്കുണ്ടാകും. ദേവിയെ കൺകുളിർക്കെ കണ്ടു തൊഴുന്നത് വലിയൊരു അനുഭൂതിയാണ്. മനസ്സിലെ സങ്കടങ്ങളെല്ലാം ദേവിയുടെ പാദങ്ങളിൽ അർപ്പിക്കുമ്പോൾ കിട്ടുന്ന ഒരു സമാധാനം പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒന്നാണ്. വിദ്യാദേവിയുടെ അനുഗ്രഹം ലഭിക്കാൻ നിരവധി പേരാണ് ഇവിടെ വിദ്യാരംഭം കുറിക്കാൻ എത്തുന്നത്. ക്ഷേത്ര ദർശനത്തിന് ശേഷം നമുക്ക് കുറച്ചൊന്ന് വിശ്രമിക്കാനായി സൗപർണിക നദിയുടെ തീരത്തേക്ക് പോകാം. ഈ നദിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ദേവിയുടെ പാദത്തിൽ നിന്നാണ് സൗപർണിക ഉത്ഭവിക്കുന്നതെന്നാണ് വിശ്വാസം. പല രോഗങ്ങൾക്കും ഈ തീർത്ഥജലം ഉത്തമമാണെന്ന് പറയപ്പെടുന്നു. പിന്നെ ദർശനം കഴിഞ്ഞാൽ ക്ഷേത്രത്തിലെ ഊട്ടുപുരയിൽ പ്രസാദ ഊട്ടും ഉണ്ടാവാറുണ്ട്. നല്ല രുചികരമായ സദ്യ. സൗപർണിക നദിയുടെ തീരത്ത് നിന്ന് നേരെ കൊടജാദ്രിയുടെ താഴ്വരയിലേക്ക് പോകാം. ഞാനിപ്പോൾ പോകുന്നത് ഒരു ഓഫ് റോഡ് ജീപ്പ് യാത്രയാണ്. ഈ യാത്ര വലിയൊരു ത്രില്ലാണ്. കുത്തനെയുള്ള കയറ്റങ്ങളും പാറക്കെട്ടുകളും താണ്ടി വേണം മുന്നോട്ട് പോകാൻ. ഹൃദയമെടുപ്പ് കൂടുന്ന ഒരു അനുഭവം. ജീപ്പ് പോകുന്നിടം വരെ പോയ ശേഷം നമ്മൾ നടന്നു തുടങ്ങുകയാണ്. ഈ യാത്ര പൂർണ്ണമാക്കാൻ കുറഞ്ഞത് 4 മണിക്കൂർ നടക്കാൻ തയ്യാറായിരിക്കണം. പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു അനുഭവമാണ്. ചുറ്റും പച്ചപ്പ്, കോടമഞ്ഞ്. ട്രെക്കിംഗ് അല്പം ബുദ്ധിമുട്ടാണെങ്കിലും ഈ കാഴ്ചകൾ നമ്മെ മുന്നോട്ട് നയിക്കും.
നമ്മളിതാ ലക്ഷ്യസ്ഥാനത്തെത്തിയിരിക്കുന്നു. ഏകദേശം 1343 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന കുടജാദ്രിയുടെ മുകളിൽ ഇതാണ് പ്രശസ്തമായ സർവജ്ഞ പീഠം. ആദി ശങ്കരാചാര്യർ തപസ്സനുഷ്ഠിച്ച് ജ്ഞാനം നേടിയ സ്ഥലമാണിതെന്നാണ് വിശ്വാസം. ഇവിടെ ദേവിയുടെ ഒരു ചെറിയ പ്രതിഷ്ഠയുണ്ട്. ഇവിടത്തെ കാഴ്ചകൾ കണ്ടറിയേണ്ടത് തന്നെയാണ്. ഒരു വശത്ത് പശ്ചിമഘട്ടം, ദൂരെ അറബിക്കടലിന്റെ മനോഹരമായ ദൃശ്യം. കോടമഞ്ഞ് മാറുമ്പോൾ കിട്ടുന്ന ആ കാഴ്ച അതിനുവേണ്ടി എത്ര കിലോമീറ്റർ നടന്നാലും മതിവരില്ല. കൊല്ലൂർ മൂകാംബികയുടെ ശാന്തമായ ഭക്തിയിൽ തുടങ്ങി കുടജാദ്രിയുടെ സാഹസികമായ നെറുകയിലേക്ക് ഈ യാത്ര എന്റെ മനസ്സിനെയും ശരീരത്തെയും ഒരുപോലെ ശുദ്ധീകരിച്ചു എന്ന് പറയാം. കുടജാദ്രി ട്രെക്കിങ്ങിന് വരുമ്പോൾ നല്ല ട്രെക്കിംഗ് ഷൂസ്, വെള്ളം, അത്യാവശ്യമുള്ള ഭക്ഷണം എന്നിവ കരുതുക. കാലാവസ്ഥ എപ്പോഴും മാറിക്കൊണ്ടിരിക്കാൻ സാധ്യതയുണ്ട്. ഒക്ടോബർ മുതൽ ഫെബ്രുവരി വരെയുള്ള മാസങ്ങളാണ് യാത്രയ്ക്ക് ഏറ്റവും അനുയോജ്യം. ഈ പുണ്യഭൂമി നമുക്ക് സമ്മാനിച്ചത് ഒരുപാട് നല്ല അനുഭവങ്ങളാണ്. സമാധാനവും പോസിറ്റീവ് എനർജിയും നിറഞ്ഞ ഒരു യാത്രയായിരുന്നു ഇത്. ഇവിടെ വരാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഏറ്റവും അടുത്തുള്ള വിമാനത്താവളം മംഗലാപുരം എയർപോർട്ടാണ്. ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ കുന്താപുരവും. അവിടെ നിന്ന് റോഡ് മാർഗം എളുപ്പത്തിലെത്താം. എന്റെ ഈ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി അറിയിക്കുക. അടുത്തൊരു യാത്രയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ശുഭദിനം. பிரச்சனை இல்லை.